എല്ലാവർക്കും നമസ്കാരം. അതാ ഞാൻ സ്വാഗതം പറഞ്ഞാണ് അവിടെ സ്വാഗതമായിരുന്നു. ഹായ്, സ്ട്രൈക്കർ പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സ്ട്രൈക്കർ പി എസ് സിയിലെ ഇംഗ്ലീഷ് ഫാക്കൽറ്റിയാണ്. അതിനു മുമ്പേ ഇപ്പൊ നമ്മള് VFA കോഴ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ കോഴ്സിന്റെ ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളും ഒക്കെ ഷഹനാദ് സാറിന്റെ ഒരു വീഡിയോ യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും. ഇന്ന് നമുക്ക് ഇംഗ്ലീഷിനെ കുറിച്ചുള്ള നിങ്ങളുടെ കുറേ കൺസേൺസ് ഉണ്ട്. നമുക്ക് പൊതുവെ വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസിനൊക്കെ മിസ് ഇന്ന് നിങ്ങൾക്കൊരു മറുപടി തരുന്നതായിരിക്കും. ഇംഗ്ലീഷ് പൊതുവെ കമ്പാരിറ്റീവ്ലി കുട്ടികൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. പറയാറുണ്ട്. LGSനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുറെ കുട്ടികളുണ്ട്. അപ്പൊ അവർക്ക് കമ്പാരിറ്റീവ്ലി ഇംഗ്ലീഷ് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള വിഷയം തന്നെയാണ്. അപ്പൊ ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇംഗ്ലീഷിനെ അവർക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? ഇംഗ്ലീഷ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുന്ന പോലത്തെ ഇംഗ്ലീഷ് ഒന്നും അല്ല നമ്മളോട് ഈ PSC എക്സാമുകളിൽ ചോദിക്കാം. 4 ഓപ്ഷൻസ് കൊടുത്തിട്ട് ഒരാളെ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ആ കണ്ടുപിടിക്കുന്ന ചടങ്ങ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള പഠിപ്പിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ എന്താ പറയാ എലിമിനേഷൻ മെത്തേഡ്സും ഒക്കെ വഴി നമ്മൾ ഓപ്ഷൻസിൽ നിന്ന് 2 പേരെ എലിമിനേറ്റ് ചെയ്ത് നമ്മൾ ഫൈനൽ ആൻസറിലേക്ക് എത്തുന്ന രീതിയിലാണ് നമ്മുടെ ഒരു പഠിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത്. വളരെ സുഖമായിട്ട് തന്നെ എക്സാമിന് അവർക്ക് മാർക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഗ്രാമർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഈ എക്സാമിന്. അപ്പൊ ഈ ഗ്രാമർ ഈ കുറച്ച് സമയം കൊണ്ട് കുട്ടികൾക്ക് പഠിച്ചെടുത്ത് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണോ? തീർച്ചയായിട്ടും പഠിച്ചെടുക്കാൻ പറ്റും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എഴുതി പഠിപ്പിക്കുന്ന ചടങ്ങുകളൊന്നും ഇതിനകത്ത് വരുന്നില്ല. നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന പോലെ ജസ്റ്റ് നമ്മൾ ഒരാളെ കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്യണത് PYQs മെയിൻ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാം. അപ്പോൾ ഈ PYQs വെച്ചിട്ട് തന്നെ നമുക്ക് മാക്സിമം ടോപ്പിക്സ് സബ് ടോപ്പിക് വൈസ് ആയിട്ടൊക്കെ നമുക്ക് മാക്സിമം എല്ലാം കവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നമുക്ക് വേഗം ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും കോമ്പാക്ട് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അതേപോലെ നമ്മളെ കുട്ടികൾ എപ്പോഴും ചോദിക്കുന്ന ഒരു കൺസേൺ ആണ് വൊക്കാബുലറി. അതൊരു സമുദ്രം പോലെ വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആണ്. ഈ വൊക്കാബുലറി കുട്ടികൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആണ്. എത്ര പഠിച്ചാലും എക്സാമിന് അവർ മൈനസ് വരുത്തുന്ന ഒരു പോർഷൻ ആണ്. ഈ വൊക്കാബുലറി എങ്ങനെ കുറച്ചും കൂടെ ഈസി ആയിട്ട് അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും? വൊക്കാബുലറി ശരിയാണ്, വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പക്ഷെ അതിലും നമുക്ക് ഈ പറഞ്ഞ പോലെ വളരെ സെലക്റ്റീവ് ആയിട്ട് നമുക്ക് ഒരുപാട് സമയമില്ലല്ലോ. അപ്പൊ സെലക്റ്റീവ് ആയിട്ട് നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ആക്കി എടുക്കാം. കാരണം മെയിൻ ആയിട്ട് നമ്മൾ PYQs നോക്കുക. അതേപോലെ തന്നെ നമ്മുടെ SCRTയിലുള്ള വൊക്കാബുലറി ഉണ്ടല്ലോ, അതെല്ലാം നമ്മളൊന്ന് നോക്കി പോവുക. പിന്നെ SSC എക്സാമുകളിൽ ചോദിക്കുന്ന വൊക്കാബുലറി ഇപ്പോൾ വരുന്നുണ്ട്. അപ്പൊ ഇത് മൂന്നും നമുക്ക് വളരെ കോമ്പാക്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഞാൻ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ചെറിയ കോഴ്സും കണക്ഷൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ അതൊക്കെ കുട്ടികൾക്ക് എക്സാമിൽ ഇരിക്കുമ്പോൾ ഓർമ്മയിൽ വരാറുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. അതേപോലെ ഇപ്പൊ മിസ് പറഞ്ഞതിനോട് തന്നെ കണക്റ്റഡ് ആയിട്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ പൊതുവെ പല സബ്ജക്റ്റുകളും SCRTക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിലും SCRTയുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാറുണ്ടോ? ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പക്ഷെ നമുക്ക് SCRT മാത്രം എന്നുള്ള രീതിയിലൊന്നും പറയാൻ പറ്റാറില്ല. പക്ഷെ എന്നാലും SCRTക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ ഇപ്പോ എക്സാമിന്റെ പാറ്റേൺസ് ഒക്കെ മാറി. ഈ പ്രാവശ്യം നമ്മൾ കണ്ടു പ്രിലിംസ് ആണെങ്കിലും ഒക്കെ PSCന്റെ ഒരു പാറ്റേണേ മാറി. അപ്പൊ ഇംഗ്ലീഷിന്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ പണ്ടുള്ള അതേ ഒരു പാറ്റേൺ തന്നെയാണോ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ പാറ്റേണിൽ ഡിഫറൻസ് വന്നിട്ടുണ്ടോ? ഇംഗ്ലീഷിൽ പാറ്റേണിൽ ഒരുപാട് വ്യത്യാസം എന്നല്ല, പക്ഷെ ലെവൽ കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട്. അതായത് ഒരു SSC ലെവൽ എക്സാമിനേഷൻ ഒക്കെ ചോദിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ നമ്മുടെ PSCയിൽ ചോദിക്കുന്നത്. അപ്പൊ നമ്മളും നമ്മുടെ കോഴ്സുകളിൽ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇതേപോലെയുള്ള SSC ലെവലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ഈ സ്റ്റുഡൻസ് തെറ്റിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പറയുമ്പോൾ ഈ സ്റ്റുഡൻസ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അതായത് ഒന്ന് പറഞ്ഞു നോക്കും, ഈ ഒരു ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും കുറച്ചും കൂടെ രസം, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ അതിൻ്റെതായിട്ടുള്ള കറക്റ്റ് റൂൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ ക്ലാസ് ചെയ്യാറുള്ളത്. അതെ, ഞാൻ വിചാരിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. കാരണം ഞാനൊക്കെ എക്സാം എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് ഞാനൊക്കെ ചെയ്യുന്ന ഒരു പാറ്റേൺ ആണത്. പ്രിപ്പോസിഷൻസ് ഒക്കെ വരുമ്പോൾ അത് ജസ്റ്റ് അത് പറഞ്ഞു നോക്കും വെർബലി. അപ്പൊ എനിക്ക് അത് ഏതാണോ അവിടെ സൂട്ട് ആവുന്നത് അത് ഞാൻ എഴുതി ഏത് പറഞ്ഞു നോക്കുമ്പോഴേ രസം. അപ്പൊ അത് എപ്പോഴും എനിക്ക് തെറ്റിപ്പോകുന്ന ഒരു പോർഷൻ ആണ്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു നമ്മളെ കുട്ടികളും ഡെയിലി അല്ലെ എപ്പോഴും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് അത്. അപ്പൊ അതിന് മിസ്സിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻസ് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഈ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ വൊക്കാബുലറി പറഞ്ഞ പോലെ തന്നെ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പൊ അതിൽ നിന്ന് എപ്പോഴും സെലക്റ്റീവ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം ഒരു എന്താ പറയുക, ഒരു സമുദ്രം പോലെ അത്രത്തോളം ഉണ്ട് നമുക്ക് സത്യം പറഞ്ഞാൽ പഠിക്കാൻ. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് PYQ ഫോക്കസ് ചെയ്യാം.
പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മെയിൻ ആയിട്ട് ചോദിക്കാറുള്ള കുറച്ച് പ്രിപ്പോസിഷൻസ് ഉണ്ടല്ലോ, ഇപ്പൊ പ്രിഫർ ടു, അങ്ങനെയുള്ള നമ്മൾ കുറച്ച് സെലക്റ്റീവ് ആയിട്ട് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് വേഗം പഠിച്ചെടുക്കാം, കുഴപ്പമില്ല. താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ പറഞ്ഞതുപോലെ മിസ് പറഞ്ഞ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് PYQ പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് കൂടുതൽ കവർ ചെയ്യാൻ പറ്റുക ഈ ഒരു ചുരുങ്ങിയ സമയത്തിൽ. അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ സ്ട്രൈക്കർ PSC ഒരു BFA PYQ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും എത്രയും പെട്ടെന്ന് നമ്മൾ സ്ട്രൈക്കർ PSCയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ആ PYQ ബാച്ചിൽ BFA LD ബെബ്കോ LD PYQ ബാച്ചിൽ ജോയിൻ ചെയ്യുക. താങ്ക് യു. ഫുൾ സപ്പോർട്ട് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും കേട്ടോ. അപ്പൊ എല്ലാവരും വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. താങ്ക് യു ഓൾ.